ഹായ് ഹലോ ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിൻ്റെ അന്നത്തെ വിശേഷം കേട്ടോ. നിങ്ങൾ കിച്ചൺ കണ്ടിട്ടൊന്നും ബോധം കിടണ്ട, എല്ലാതും ആകെ അലമ്പായി കിടക്കുക കേട്ടോ. നമ്മളിവിടെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഉള്ളിവടയും അതുപോലെ തന്നെ ബ്രെഡ് വാട്ടിയതും പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഐറ്റം നമ്മൾ സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചൺ മൊത്തം അലമ്പിലാണ് കിടക്കുന്നത്. അച്ഛനും ഉമ്മയും ഷിഫയും കൂടെ കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ എത്തിയപ്പോഴേക്കും അവർ ഒരുവിധം പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഷിഫയാണ് ഉമ്മനെ അറഞ്ചായിട്ട് സഹായിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ അവർ ഇവിടെ ചോപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെയാണ് പ്ലാൻ ആക്കിയതൊക്കെ, പെട്ടെന്ന് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴമീൻ കിട്ടിയിരുന്നത്, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. പിന്നെ പായസത്തേക്കുള്ള ശർക്കര ഒരുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എല്ലാതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളിങ്ങനെ കടുക് വറുത്തിടുമല്ലോ, അത് എല്ലാതും കൂടെ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എല്ലാവരും സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ്. ചെറുപയർ പരിപ്പാട്ടോ പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ തലേന്ന് ഇളനീർ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ചെറുപയർ പരിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെ നബിദിനാണല്ലോ, അപ്പോൾ ഇവിടുന്ന് ഇളനീർ പായസം കൊടുക്കുന്നുണ്ട് മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ. അപ്പോൾ പായസം ഇന്ന് ഇതാക്കിയതാട്ടോ, ഒന്നുകൂടെ മാറ്റി പിടിച്ചതാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ അടയായിട്ട് ഉണ്ടാക്കുക, എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. അതിലോട്ട് നമ്മൾ പപ്പടമൊക്കെ വെച്ച് അടിപൊളി ടേസ്റ്റാണ് മക്കളെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേബേജ് തോരനാട്ടോ. അപ്പോഴേക്കും നമ്മളെ ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചിത അവിടെ അവർക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ഉള്ളിവടയും അതുപോലെ നമ്മൾ ബ്രെഡ് വാട്ടിയതാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിക്ക് ഇളനീരിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അവരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ബാക്കിയുള്ള പണികൾ ഇനിയും ഉണ്ട്. ഇവരൊക്കെ നമുക്ക് സദ്യ കഴിക്കാൻ വന്നാട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാത്രങ്ങൾ ഇവിടെ നന്നായിട്ട് കുന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, ഷൂട്ടയിലൂടെ നിർത്തിയിട്ട് പാത്രം മൊത്തം ഒന്ന് കഴുകി കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം റാക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ കൊടുന്ന് ഓരോന്ന് റെഡിയാക്കി വെച്ചതാട്ടോ. ഇനിയും ഉണ്ട് കൊടുന്ന് വെക്കാൻ. അപ്പോൾ ഉള്ളതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വിരുന്നുകാർക്കും എല്ലാവർക്കും കൊടുത്ത് വന്നവരും എല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, റെസിപ്പീസൊന്നും. പിന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കളതും എൻ്റെതും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പിന്നെ അനിയത്തിൻ്റെ കുട്ടീൻ്റെതൊക്കെ കേട്ടോ. അനിയത്തിൻ്റെ കുട്ടിയാട്ടോ ഈ സർഫ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. ബാക്കി രണ്ടാളും എൻ്റെ 2 മക്കളാണ്, കെൻസിയും ബൈസിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.